എല്ലാവർക്കും ഹായ്. അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ് system.guru.markets. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അല്പം കൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. നിങ്ങൾക്ക് കമ്പനിയുടെ ഓരോ പാരാമീറ്ററും വിശദമായി പരിശോധിക്കാം. കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി അവലോകനം ചെയ്യും. Purecicle Technologies ticker PCT. ഈ അവലോകനം മെയ് 29, 2025 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരുമാർക്കറ്റ്സ് കമ്പനി Purecicle Technologies ഉപവിഭാഗത്തിൽപ്പെടുന്നു. കെമിസ്ട്രി 71 കമ്പനികൾ വിലയിരുത്തലിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. വീഡിയോയുടെ അവസാനം ഓർഡറുകൾക്ക് പരിഹാരങ്ങൾക്കായി നോക്കുക. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -10.8.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1.8 നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.9 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് 8.5 Purecicle Technologies Inc. ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. Purecicle Technologies Inc. ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും. Purecicle Technologies Inc. 100.1% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ -3.1%. കമ്പനിയുടെ വിപണി മൂലധനം Purecicle Technologies മൂല്യം $84 ബില്യൺ. $574 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $0.23 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $235 ബില്യൺ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം Purecicle Technologies ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 0.32%. പുസ്തക മൂല്യം മൂലധനം 0.099%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1. പഠനത്തിലുള്ള കമ്പനിക്ക് $0.408 ബില്യൺ കടബാധ്യതകളുണ്ട്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ 175%. കമ്പനി ഡെറ്റ് റേറ്റിംഗ് മോശം -1. കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും 0. ഉപവിഭാഗത്തിന്റെ ശരാശരി 72.5 ആണ്. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ മോശം -2. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$195 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 1226.9 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 1.6 ആണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം -1. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $0 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1. മാർജിനലിറ്റി -1231.1%. ഉപവിഭാഗത്തിൽ ശരാശരി 2.3%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5. ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 0.027%.
ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ 1085% കുറവാണ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $11,722,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $989,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് $1240,1000. ഉപവിഭാഗം ശരാശരി $13,700. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം $10,000 ആണ്. ഉപവിഭാഗത്തിൽ $603,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 2.8%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 30.8%. സൂചകം റിസ് 14 കമ്പനിക്ക് 70%. ലെവൽ കാണിക്കുന്നു പ്യൂർസിക്കൽ ടെക്നോളജീസ്. ഉപവിഭാഗത്തിൽ ഈ നില 53%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $10.26 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമയ വില ഏകദേശം $12.21 ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുമാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി പ്യൂർസിക്കൽ ടെക്നോളജീസ് ഇൻക്. വിവര സംവിധാനം ഗുരുമാർക്കറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. $10.25 ഓപ്പൺ സെയിൽ ഓർഡർ. കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത്. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 7.7 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 12.8 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ജൂൺ 28 വ്യാപാരം അവസാനിക്കുമ്പോൾ ഡീൽ സ്വയമേവ നിശ്ചയിക്കപ്പെടും. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ASIX ആണ് പ്രധാന വാങ്ങൽ ഇടപാട്. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ്. വിപരീത ക്രമം അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി. ഗുരുമാർക്കറ്റ്സ്